അലൈക്കും. ഇത് മവ്വൂഷ് ലഹമാണ്. ആദ്യം ഇറച്ചി ഒന്ന് തിളപ്പിച്ച് മറിച്ചതിന് ശേഷം എന്ത് ചെയ്ത് രണ്ടാമത്തേൽ ആ ചൂടുവെള്ളം ഒന്ന് കഴുകി ആ പാത്രം കഴുകി രണ്ടാമത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്ത് നല്ല തിളക്കുന്ന സമയത്ത് ഒരു ഉള്ളി 2 പീസാക്കിയിട്ട് എല്ലാ മസാലകളും ഇട്ട് എന്താ മസാല വെച്ചാൽ പട്ട, ഗ്രാമ്പ്, ഏലക്ക, കറുത്ത ഏലക്ക, നല്ല ജീരകം, പെരുംജീരകം, മല്ലി, അപ്പാട്ടുള്ള അതെല്ലാം ഇട്ട് നല്ലോണം വെന്തതിന് ശേഷം അത് വെള്ളം അരിച്ചെടുത്തിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മവ്വൂഷ് പകുതി 1 മണിക്കൂർ പുറത്തണം. ഇത് കഴുകിയിട്ട് കുറേ തോലങ്ങ് പോകണം പുറത്തേക്ക്, മനസ്സിലായില്ലേ? കുറേ തോല് പോയി പുറത്തേക്ക്. എന്നിട്ട് അതൊരു അരിപ്പയിലിട്ട് വെക്കുക, എന്നിട്ട് ആദ്യം നെയ്യ് ഒഴിക്കുക, അറബി നെയ്യ് ഒഴിക്കുക. എന്നിട്ട് അരി 2 മിനിറ്റ് ഒന്ന് വറക്കണം. നിങ്ങൾ വലുപ്പം കണ്ട. അപ്പോൾ അരി 2 മിനിറ്റ് ഒന്ന് വറുത്തതിന് ശേഷം മവ്വൂഷ് ഇടണം. മവ്വൂഷ് ഇട്ടിട്ട് നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതെന്ത് ചെയ്യുക, അരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് വയ്ക്കുക. 1-1.5 വെച്ചാൽ മതി, ലേശം കൂടുതൽ വെച്ചോ. അപ്പോൾ ലേശം കൂടുതൽ വെച്ചാൽ റെഡിയായി. ഇതിൽ ഞാൻ വെള്ളത്തിൻ്റെ അകത്തേക്ക് മദ്രാസ് കറി ഇപ്പോൾ സാധാരണ എല്ലാവരും ഇടലുണ്ട്, ഞാനിടില്ല. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, കൊടുക്കുന്നേരം എന്ത് ചെയ്യണം, എന്നിട്ട് ആട്ടിറച്ചി എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇറച്ചി എടുത്തിട്ട് കുങ്കുമം അടിച്ചിട്ട് എന്ത് ചെയ്യണം, ലേശം നെയ്യോ അറബി നെയ്യോ അല്ലെ ഒലിവോയിലോ മേലെ വെച്ചിട്ട് ഓവൺ വെച്ച് ചോപ്പിക്കണം. എന്നിട്ട് ഇത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പാത്രത്തിലിട്ടതിന് ശേഷം കയ്യിൽ ഗ്ലൗസ് ഇട്ടോളി, ഗ്ലൗസ് നല്ലതാണ്. ഗ്ലൗസിൽ കൈയിൻ്റെ അകത്താക്കിയിട്ട് ഒന്ന് പെരട്ടണം മേലെ ആ നെയ്യ്, അറബി നെയ്യ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെന്ത് ചെയ്യുക, ഇറച്ചിയും വെച്ചിട്ട് അങ്ങ് കൊടുത്താൽ പറക്കും.